ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലീനുസ്റ്റോക്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്ന സമയം ഇപ്പോൾ ഏകദേശം 8:30 അടുത്ത് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്നത് ഒരു ബൾക്ക് ഓർഡർ പാക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. നമുക്ക് ഇത്രയും ഓർഡേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിലും അതിൻ്റേതനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് മാത്രമല്ല കിട്ടുന്നത്, നമുക്കല്ലാതെ നമുക്ക് ഒത്തിരി ചിലവുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വെച്ച് അവസാനം കാൽക്കുലേറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തന്നെ അവസാനം വിഷമം വരും. അതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് ചിലവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേ ഇല്ല. അപ്പം അതൊരു മസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ബൾക്ക് ഓർഡർ പാക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ കൈ സത്യം പറഞ്ഞാൽ കിഴക്കുന്നങ്ങ് ഇനി ഒരു മറ്റേ സെൽഫി സ്റ്റിക്ക് കൂടെ വാങ്ങിക്കണമെന്ന് ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വീഡിയോസൊക്കെ ചെയ്യാമല്ലോ. അപ്പം ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. ഇനി ഒരു ചേച്ചിയുടെയും കൂടെ ഐറ്റം നമുക്കിനി ഉണ്ടാക്കാനായിട്ടുണ്ട്. ഇന്നലെ അയക്കേണ്ടതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബൾക്ക് ഓർഡർ എങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് സമാധാനത്തിൽ അത് ചെയ്യാമെന്ന് വിചാരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അത് പിന്നെ മനസ്സിലിങ്ങനെ കിടന്നു, അത് ചെയ്തില്ല അത് മനസ്സിലിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പിന്നെ അതങ്ങ് ചെയ്ത് തീർത്തിട്ട് പതുക്കെ സ്ലോലി ഈ ഒരു വർക്കിലേക്ക്, ത്രെഡിൻ്റെ വർക്കാട്ടോ, വർക്കിലേക്ക് ചെയ്യുമ്പം എനിക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം. ചിലർക്ക് അത് എളുപ്പമായിരിക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് ചെയ്ത് തീർത്തിട്ട് അടുത്ത പരിപാടിയിലേക്ക് പോകണം. അപ്പോൾ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും കുറേ ടൈം എടുക്കും. പിന്നെ എൻ്റെ 2 വർക്ക് പ്ലേസും 2 ടേബിളും നിറച്ച് സാധനങ്ങൾ ഇരിക്കുകയാണ്. നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ വീഡിയോസ് ഒന്നും എടുക്കാത്തത് തന്നെ. ഉള്ള ടേബിൾ നിറച്ച് മൊത്തം സാധനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത്. വീട് മൊത്തത്തിൽ ഈ ജ്വല്ലറി മേക്കിൻ്റെ ഐറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെയൊന്നും എടുക്കാതിരിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടികൾ കാണിക്കാം കേട്ടോ. നമുക്ക് ഇന്ന് പോകുന്ന ബോക്സ് ഞാൻ കാണിക്കാം കണ്ടോ. അപ്പോൾ ഈ ഒരു വലിയ ബോക്സും പിന്നെ ഇത് ബൾക്ക് ഓർഡർ ആട്ടോ. അതുപോലെ തന്നെ വേറെ കുറച്ച് 2-3 ബോക്സുകളും ഉണ്ട്. അപ്പം ബോക്സൊക്കെ ഞാൻ ആമസോണിൽ നിന്നാട്ടോ വാങ്ങിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത്. അല്ലാതെ ഇങ്ങോട്ട് ഡെലിവറി ഇല്ല കേട്ടോ. അതിൻ്റെ എക്സ്പ്രസ് ബേസിൻ്റെയൊക്കെ ഡെലിവറി ഇങ്ങോട്ട് കുറവാണ്. പിന്നെ എൻ്റെ ഒന്നാമത്തെ ടേബിൾ, ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെളിയിലുള്ളവർ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ വന്നിരിക്കുന്ന ടേബിളായത്. അതിങ്ങനെ. രണ്ടാമത്തെ ടേബിൾ നമ്മുടെ ഡൈനിങ് ടേബിളാണ്. അത് ഈ ഒരു പരുവത്തിലിരിക്കുകയാണ്. എല്ലാ സാധനങ്ങൾ കൊണ്ടിങ്ങനെ നിറഞ്ഞങ്ങിരിക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ 2 ടേബിളിൽ ഏതെങ്കിലും ഒരു ടേബിളിലാണ് വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്യുന്നത്. 2 ടേബിളിലും നിറച്ച് സാധന സാമഗ്രികൾ കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേളിലത്തെ റൂമിലാണെങ്കിൽ ഇപ്പം അത് ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ കുറച്ചൊക്കെ ഇത് ക്ലീൻ ആക്കിയിട്ട്, എനിക്ക് ശരിക്കും തീരെ സമയം കിട്ടുന്നില്ല. എനിക്ക് രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ, എനിക്ക് എപ്പോഴെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എനിക്ക് ഉറക്കം വരും. എന്തൊക്കെ പരിപാടികൾ കാണിക്കാമെന്ന് വിശ്വസിച്ച് വന്നാൽ ഞാൻ ഉറങ്ങി താഴെ വീഴും. അത് എന്തുകൊണ്ടാണ് എനിക്ക് അറിയത്തില്ല. ഞാൻ എപ്പോൾ ഫുഡ് കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഉറങ്ങി മയങ്ങി അടിച്ച് താഴെ വീഴും. ഫുഡിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പം രാത്രി ഉറങ്ങുന്നുണ്ട്. ഇന്ന് രാത്രിയിലാണെങ്കിൽ ഞാൻ ഇത് മറ്റേ ഫോണിൽ അലാറമൊക്കെ വെച്ചിട്ടായിരുന്നു കിടന്നത്. എന്നിട്ട് ഞാൻ അലാറം നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ വന്നിട്ട് അലാറം ഓഫ് ആക്കിയിട്ട് കിടന്നൊക്കെ ഉറങ്ങി. എനിക്കറിയാം ഓൾറെഡി ഞാൻ അലാറം ഓഫ് ആക്കിയിട്ട് കിടന്ന് ഉറങ്ങുമെന്നുള്ളത്. പക്ഷേ എന്താ ചെയ്യാന്ന്. നല്ല കോമഡി അല്ലേ? അപ്പം അപ്പം നേരത്തെ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇതുപോലെ അലാറം ഒക്കെ വെച്ചിട്ടിരുന്നു. പക്ഷേ അന്നേരം ആണെങ്കിൽ ഞാൻ ടീച്ചേഴ്സിനെ പേടിച്ച് എണ്ണീക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ആരെയും പേടിയില്ല. എന്ത് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് പേടിയൊക്കെ അങ്ങ് പമ്പ കടന്നു പോയി. അപ്പോൾ പണ്ടാണെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഇപ്പോൾ ഒന്നും ഇത്രയൊക്കെ ഉള്ളെന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കിംഗ് ബ്ലോഗിലേക്ക് നമുക്ക് പോകാം. അതിനുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം ശരിക്കും ഒന്നുകൂടെ പറയുകയാണ്, ഞാൻ നമ്പർ ശരിക്കും പറഞ്ഞാൽ കൊടുത്തിരിക്കുന്ന ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അല്ലാത്ത മെസ്സേജുകളൊക്കെ വന്നാൽ ഞാനങ്ങനെ നോക്കത്തില്ല. കാരണം ഒരുപാട് മെസ്സേജുകൾ വരുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അവസാനം ഒരു പരുവാകും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക. ജസ്റ്റ് ഞാൻ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്പർ ഞാൻ ജസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞേക്ക് ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ മറ്റേ പാലക് മുറുക്കെന്ന് പറഞ്ഞ് മറ്റേ പച്ച കളറിൽ ഇരിക്കുന്ന മുറുക്കുണ്ടല്ലോ, ആ മുറുക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് വേറൊരു ടേസ്റ്റാണ്. മറ്റേ അരിപ്പൊടിയല്ല, വേറെ എന്തോ ഒരു സംഭവമാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കിയില്ല. പക്ഷേ ആ പച്ച മുറുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ടൊമാറ്റോ മുറുക്ക്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ കുർക്കുറയുടെ പോലെ ഇരിക്കുന്ന ടൊമാറ്റോയുടെ മുറുക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ കഴിച്ചായിരിക്കും മിക്കവാറും എൻ്റെ വയറ് ചാടി വരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പം എനിക്ക് നന്നായിട്ട് വിശന്നിരിക്കുക കേട്ടോ. നമ്മളിങ്ങനെ വേറെ ഒന്നും കഴിക്കത്തൊന്നുമില്ല. ചോറാണെങ്കിൽ അത്യാവശ്യം ഞാൻ എപ്പോഴും കഴിക്കുന്ന ക്വാണ്ടിറ്റി മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ എക്സസൈസ് ചെയ്യുന്നത് കുറവാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം ഈ വണ്ണം ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് എനിക്ക് തോന്നുന്നു. എനിക്കറിയില്ല. എന്നാലും പുറത്തുനിന്ന് കാണുന്നവർക്കത് വലിയ വണ്ണമായിട്ട്, എനിക്കത് വലിയ വണ്ണമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിലും വണ്ണമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രം പോരെ, അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ.
പിന്നെ ആ ഓർഡേഴ്സ് എല്ലാം ഞാനിങ്ങനെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ഒരാഴ്ചയോളം എടുത്തിട്ടാണ് ഇത്രയും ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ കുറച്ച് പേരുടെ അഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ഞാൻ രാവിലെയായിരുന്നു സെറ്റ് ചെയ്ത് എല്ലാം എടുത്തത്. അപ്പം ഇത്രയും ഐറ്റംസ് ആട്ടോ നമുക്ക് അയക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ രാവിലെ എണ്ണീറ്റിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ 1 മണി 2 മണിക്കൊക്കെ അലാറം വെച്ചിട്ട് കറക്റ്റ് ടൈമിങ്ങിന് അലാറം വിളിച്ചപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഇതെന്ത് സൗണ്ട് കേൾക്കുന്നതെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് 5 മണിക്കാട്ടോ ഞാൻ പിന്നെ എണ്ണീറ്റത്. അപ്പോഴത്തേക്കും അമ്മ ആദ്യം എണ്ണീറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മയുടെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പിന്നെ എണ്ണീറ്റത്. പിന്നെ പാട്ടൊക്കെ കേട്ട് നമ്മൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ എഴുതാം. എനിക്ക് ഈ പാട്ട് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. മീൻസ് ഞാനങ്ങനെ സെൻറ്റി പാട്ടുകളൊന്നും അങ്ങനെ കേൾക്കാറില്ല. ഭയങ്കര അടിച്ചുപൊളി പാട്ടുകളൊക്കെ ആയിട്ട് മറ്റേ ഇപ്പോഴത്തെ സൂര്യയുടെയൊക്കെ ഇറങ്ങിയിട്ടുള്ള മറ്റേ കങ്കുവ എന്ന് പറഞ്ഞ മൂവിയിലും യോ ലോ എന്ന് പറഞ്ഞ പാട്ടൊക്കെ അതൊക്കെ ഇട്ടിട്ടാട്ടോ. അപ്പോൾ നമ്മൾ ഈ ഹെഡ്സെറ്റ് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര ഇതിലല്ലേ ബും 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 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലല്ലേ എക്കോയിലല്ലേ കേൾക്കുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ആ ഒരു സൗണ്ടിൽ ഞാനിങ്ങനെ ഇങ്ങനെ രസിച്ചിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അമ്മ വന്നു അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. അപ്പം അതിനിടയ്ക്ക് അമ്മയും അച്ഛനൊക്കെ ഹെൽപ്പ് ചെയ്യാറുള്ളത് കൊണ്ട് നമുക്ക് പിന്നെ അത്രയും പ്രശ്നമൊന്നും വരത്തില്ല. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു പ്രത്യേക ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമെന്ന് വെച്ചാൽ പ്രശ്നമൊന്നുമല്ല. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കിനും അത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു ബ്ലാക്ക് സ്ക്രീൻ പോലെ ഇങ്ങനെ വരും. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ എടുക്കുന്ന സംഭവം റെക്കോർഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ ബ്ലാക്ക് പോലെ ഇങ്ങനെ കാണിക്കും അത്. പക്ഷേ പഴയ ഫോണിന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ പുതിയ ഫോൺ നല്ല അടിപൊളി ഫോണാട്ടോ വിവോയുടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൊടുത്ത പൈസയ്ക്ക് വേർത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കിട്ടിയത്. ഇതുവരെ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഞാൻ പിന്നെ വാട്സപ്പ് മെസ്സേജസ് ഒന്നും ഇതിനകത്ത് ആക്കിയിട്ടില്ല. അതിനകത്താക്കി കഴിഞ്ഞ് ഉറപ്പായിട്ട് ഇത് അടിച്ചു പോകുന്നുള്ള കാര്യം എനിക്കറിയാം. കാരണം അത്രമാത്രം എൻക്വയറീസും മെസ്സേജുകളുമാണ് വരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇത് ഞാൻ കംപ്ലീറ്റ്ലി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോണാക്കിയാണ് എടുത്തിരിക്കുന്നത്. ക്ലാരിറ്റി വൈസ് നല്ലൊരു സംഭവമാട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഇടയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ഉറക്കവും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഗ്രേഡ് കൂടി ഒരു 50,000-ൻ്റെ ഫോണാണെങ്കിൽ കുറച്ചുകൂടെ അതിൻ്റെ ആയിരുന്നു ആദ്യം ശരിക്കും പറഞ്ഞാൽ അവരെനിക്ക് എടുത്തു തന്ന്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് നമ്മളെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ പിന്നെ 30,000-ൻ്റെ സംഭവം അവർ 29-നാട്ടോ എനിക്ക് തന്നത്. 28-നാണ് തന്നത്. പിന്നെ ബാക്കി ഹെഡ്സെറ്റും ചാർജ് മറ്റേതുണ്ടല്ലോ പവർ ബാങ്ക്, അപ്പം അതുൾപ്പെടെ ആ ഒരു റേറ്റ് അത്രയുമായി. എന്തായാലും നല്ല വേർത്തിട്ടുള്ള പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ബൈ.